രാത്രി ലൈവിൽ നമ്മുടെ അക്ബറും അതേപോലെ തന്നെ നെവിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നെവിന് ഭയങ്കര പേടിയുണ്ട്. അടുത്ത നോമിനേഷനിൽ ആഴ്ച ആര് പോകും എന്നുള്ള രീതിക്ക് പേടിയുണ്ടെന്നുള്ള രീതിയിൽ നെവിൻ പറയാണ്. അതൊന്നും നോക്കിയിട്ട് ഇനി കാര്യമില്ലെന്ന് നമ്മുടെ അക്ബർ പറയുന്നുണ്ട്. അതേപോലെ ആദില നോമിനേഷനിൽ വരാത്തതിന് നെവിന് നല്ല വിഷമമുണ്ട്. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് അത് പറയുമ്പോൾ അക്ബർ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ വേറെ ആരും ചെയ്തില്ല. അത് അക്ബറിൻ്റെ കുറ്റമല്ലല്ലോ. അപ്പോൾ അക്ബർ പറയാണ്, ഞാൻ ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം, ആദില വന്നില്ല, ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല. അതേപോലെ നെവിൻ പറയുന്നുണ്ട്, ശരിക്കും ഇവിടെ ഒന്ന് ഗ്രൂപ്പ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഏതെങ്കിലും സ്ട്രോങ് പ്ലെയേഴ്സിനൊക്കെ നോമിനേഷനിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. രണ്ടുപേരെ കൊണ്ടുവന്ന് എന്തായാലും ഒരാൾ പോത്തില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ പറയുന്നുണ്ട് നെവിൻ, ഞാൻ അതുപോലെ ഗ്രൂപ്പിസം കളിക്കാനൊന്ന് നോക്കി നിങ്ങൾ രണ്ടുപേരുടെ അടുത്തും, പക്ഷേ എനിക്ക് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവില്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഗ്രൂപ്പിസം കൊണ്ട് നിങ്ങൾക്ക് 4-5 വോട്ട് കിട്ടിയില്ലെന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയാണ്, എനിക്ക് വോട്ട് കിട്ടുന്നത് വലിയ പുതുമയൊന്നുമല്ല, എനിക്ക് എങ്ങനെ പോയാലും നോമിനേഷനിൽ എല്ലാ വട്ടം കുറച്ച് വോട്ട് കിട്ടാറുണ്ട്. എന്നെ ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അത് അക്ബറിൻ്റെ ആദ്യ നാളുകളുള്ള അക്ബറിൻ്റെ പെർഫോമൻസ് ഒക്കെ കൊണ്ടാണ് ആർക്കും ഇഷ്ടപ്പെടാഞ്ഞത്. അക്ബർ ഇപ്പോൾ ഇച്ചിരി പാവമായിട്ടൊക്കെ തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അക്ബർ അങ്ങനെ പറയണേ, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിക്കുന്നതേ ഉള്ളൂ, അല്ലാണ്ട് ആർക്കും എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയാണ്, എനിക്കും ആദ്യം അത്രയ്ക്ക് സ്നേഹവും താല്പര്യമൊന്നും ഇല്ല, പക്ഷേ ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ എനിക്കിപ്പം നിങ്ങളെ ഇഷ്ടമുണ്ട്. പക്ഷേ ഞാൻ എല്ലാവരോടും അങ്ങനെ സംസാരിക്കാറില്ല. എനിക്ക് പെർട്ടിക്കുലർ ഒരാളുടെ പേര് പറയുന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഷാനവാസാന്ന് തോന്നുന്നു. എന്തായാലും നെവിൻ ഇങ്ങനെയാണ് പറയുന്നത്, ആ ആളുടെ അടുത്ത് ഞാൻ പോയി സംസാരിക്കാറേ ഇല്ല. ഞാൻ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇവിടെ കയറി പ്രതിഷ്ഠിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ ആളുടെ അടുത്ത് ഞാൻ ഒരു കമ്മ്യൂണിക്കേഷനും പോവാറില്ല എന്നുള്ള രീതിയിലാണ് നെവിൻ പറയുന്നത്. മേ ബി അത് ഷാനവാസ് ആയിരിക്കണം. കാരണം ഷാനവാസ് ആണല്ലോ നെവിനെക്കുറിച്ച് ഒരു വേണ്ടാത്തൊരു കാര്യം പറഞ്ഞത്. മീൻസ് നെവിൻ ഇങ്ങനെ ബാഡ് ടച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പം ഉറപ്പായിട്ടും അത് ഷാനവാസ് ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. അതിനുശേഷം ഒരു ഫിനാലെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ നെവിൻ പറയുകയാണ്, ഞാൻ എന്തായാലും ടോപ്പ് 5-ലെത്തും, അതെനിക്ക് ഉറപ്പാണ്. ലാലേട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നതിനൊരു ഭാഗ്യമല്ലേ, പുറത്തെങ്ങനെയാണ് ഇപ്പോൾ എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ ചരിത്രം കുറിച്ച് എഴുതിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തോ വലിയ സംഭവമായി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ അക്ബർ ചോദിക്കുന്നുണ്ട്, ആര് കപ്പടിക്കും എന്നാണ് നിനക്ക് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നത് അക്ബർ അല്ലെങ്കിൽ അനീഷ. അപ്പോൾ അക്ബർ അന്തം വിട്ടിട്ട് ചോദിക്കുന്നത്, നീ ശരിക്കും ഉള്ളത് തന്നെയാണോടാ പറയുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പം നെവിൻ ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാ കള്ളം പറയുന്നത്, ഒന്നീ അക്ബർ അല്ലെങ്കിൽ അനീഷ ആയിരിക്കും കപ്പടിക്കുക എന്ന് നെവിൻ പറയുന്നുണ്ട്. നെവിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇവിടെ ആകെപ്പാടെ സെൽഫ് കോൺഫിഡൻസ് ഉള്ളത് അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഷാനവാസിൻ്റെ മനസ്സിൽ ഉണ്ട് ആഗ്രഹം, പിന്നെ അനുമോൾ. ഈ 3 പേരേ ഉള്ളൂ കപ്പടിക്കും. പിന്നെ ആര്യൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹവും ഉണ്ട്. അപ്പം ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം.